ഭാര്യമാരെ പറ്റിക്കാൻ ഒരു അവസരം നോക്കി നടക്കുക, നീ ഉൾപ്പെടെ. ഇന്നലെ മുകുന്ദേട്ടൻ വീട്ടിലെത്തിയപ്പോ മണി 6:15, 15 മിനിറ്റ് ലേറ്റ്. എന്താ താമസം ഞാൻ ചോദിച്ചപ്പോ അത് ഉത്തരം ട്രാഫിക് ജാം. ഈ ട്രാഫിക് ജാം പോലും ഭർത്താക്കന്മാർക്ക് കള്ളം പറയാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാ. എനിക്കറിയാം, മുകുന്ദേട്ടൻ ഏതെങ്കിലും പെണ്ണുങ്ങളെ വാചം അടിച്ചു നിന്നാണ് അതാ താമസിച്ചത്. എന്നെ പരീക്ഷിച്ച് ഇതുവരെ മതിയായില്ലേ എന്റെ കുഞ്ഞീഷ്ണ. ശ്രദ്ധിച്ചോ, ശബ്ദത്തിലുള്ള കരകരപ്പ് ശ്രദ്ധിച്ചോ. ഭാര്യമാരിൽ താല്പര്യം കുറയുന്നതിന്റെ ആദ്യ ലക്ഷണം ടോണിലുള്ള ഈ മാറ്റം. നീയും ഇങ്ങനെ ആയിരുന്നോ? എടി രുക്മിണി, എടി സത്യഭാമി എന്നൊക്കെ തട്ടിക്കറുമ്പോഴാണ് ഭാര്യമാരെ വിളിച്ചിരുന്നത്. ആയിരിക്കും, പുരുഷനല്ലേ. കേട്ടോ, ആദ്യത്തെ നിനക്ക് പട്ടി കൂടി നിനക്ക് വെച്ചിട്ടുണ്ട്. എന്താ ഇതെന്താ ഒരു നരച്ച നിറമുള്ളൊരു ഷർട്ട്? എന്റെ ചുവന്ന ഷർട്ട് ഇവിടെ. ഞാനതെടുത്ത് മാറ്റി വെച്ചു. എന്തിന്? ലൈറ്റ് കളേഴ്സ് ഇട്ടാ മതി. കടുത്ത കളറൊക്കെ പെൺകുട്ടികളിൽ ആകർഷണം ഉണ്ടാക്കും. എന്റെ ഈശ്വര, ഈ വർത്താനം കേട്ട് കേട്ട് ഞാൻ മടുത്തല്ലോ. ഞാനിന്ന് തുണി ഉടുക്കാതെ പോവാൻ പോവാ. അപ്പൊ കൂടുതൽ രസമായിരിക്കുമല്ലോ. എന്റെ ഗുരുവായൂരപ്പ, കാണാം പെണ്ണുങ്ങൾ എണ്ണം പറഞ്ഞ എന്തും ചെയ്യും ചില ആണുങ്ങൾ. ചട്ടി വെച്ച് തന്നണ്ടല്ലോ. അയ്യോ കൃഷ്ണേന്ദു, എന്റെ കൃഷ്ണേന്ദു, നീ ടെൻഷൻ അടിക്കാതെ. എന്നെ പോലെ കാണാൻ കൊള്ളാവുന്നവരൊന്നും പെൺകുട്ടികൾക്ക് ഇപ്പൊ യാതൊരു മൈൻഡും ഇല്ല. അവരുടെ രീതികളൊക്കെ ഇങ്ങ് മാറിപ്പോയില്ലേ. നമ്മുടെ മാഗസിന്റെ അടുത്ത ലക്കത്തിലെ കവർ സ്റ്റോറി തന്നെ അതാ. സ്ത്രീകളുടെ മാറി വരുന്ന പുരുഷ സൗന്ദര്യ സങ്കല്പം. ജീവിതത്തിൽ കുളിക്കാത്ത, നനയ്ക്കാത്ത, കണ്ടാൽ തന്നെ ഒരു അലന്ന ലുക്കുള്ള കീറിയ ജീൻസ് ഒക്കെ എടുത്ത നടക്കുന്ന ചെക്കന്മാരാണ് പെൺകുട്ടികൾക്കും ഇഷ്ടം. അപ്പൊ അതാണ് കാര്യം. എന്ത്? ഇന്നലെ ഓഫീസിൽ നിന്ന് വന്നിട്ട് കുളിക്കാതെയും നനയ്ക്കാതെ ഒക്കെ ഇരുന്നത് ആ അലന്ന ലുക്ക് കിട്ടാൻ വേണ്ടിട്ടായിരുന്നല്ലേ? എന്റെ കുഞ്ഞീഷ്ണ, എന്നെ ഇതേ രൂപത്തിൽ ഇങ്ങനെ മേപ്പോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ശല്യം. കുട്ടി, എന്താ ചേച്ചി? കുട്ടി ഇതിനു മുമ്പ് വേറെ ഒരുപാട് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ ഭർത്താക്കന്മാരൊക്കെ കുട്ടിയോട് എങ്ങനെയായിരുന്നു പെരുമാറ്റം? ഭർത്താക്കന്മാരൊക്കെ വളരെ സ്നേഹത്തോടെയാ പെരുമാറിയിരുന്നത്. പക്ഷേ ഭാര്യമാരൊക്കെ ഒരു വകയായിരുന്നേ. അല്ല, കുട്ടി എന്തിനാ സാരി ധരിച്ചിരിക്കുന്നത്? അയ്യോ, എന്താ? സാരിയേക്കാൾ ഐശ്വര്യം ചുരിദാറാ. ശരീരം മുഴുവൻ കവർ ചെയ്യുന്നതുകൊണ്ട് പറയല്ല കേട്ടോ, അതൊരു ഐശ്വര്യം. അപ്പോ ചേച്ചിക്ക് വേണ്ടേ ഈ ഐശ്വര്യം? അതെ. എന്താ ചേച്ചി? കുട്ടിക്കറിയോ, വടക്കേന്ത്യയിൽ ഒരു വീട്ടില് വീട്ടുകാരന്റെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതൊന്ന് സംസാരിച്ചു. എന്തോ വീട്ടുകാരി മതിയല്ലോ. അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കൊത്തി. അതെങ്ങനെ നിനക്കറിയാം? മുമ്പ് ഇവിടെ വന്ന ബിന്ദു പറഞ്ഞായിരുന്നു. അപ്പൊ എല്ലാം അറിയാം.